എൻ്റെ സുഹൃത്തുക്കളായ 5 പേരെയും കൂട്ടി ഇവൻ്റെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു 10-50 മീറ്റർ നടന്നു വേണം പോരാൻ. അതിന് പായ കെട്ടി ചുവന്ന് കൊണ്ടുവന്നാണ് ഈ വണ്ടി കയറ്റി പോന്നേക്കണം. അവർ പോലും അറിഞ്ഞിട്ടില്ല. മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിനിടയിൽ യുവതി മരിച്ചുപോയ സംഭവത്തിൽ ഇപ്പം നിലവിൽ ആ ഹസ്ബൻഡിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം യവനെ പോലെ ഉള്ളവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിലാണ് പോയി കിടക്കേണ്ടത്. കറക്റ്റ് സമയത്ത് ചികിത്സ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു പെൺകുട്ടി മരിക്കത്തില്ലായിരുന്നു. കാര്യം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് അങ്ങ് ചികിത്സിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അന്ധമായിട്ട് വിശ്വാസങ്ങൾ കൊണ്ടു കിടക്കുന്ന ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഈ സിറാജുദ്ദീനെ പോലെയുള്ള കുറേ മണ്ടന്മാർ. കാര്യം അന്ധമായ വിശ്വാസങ്ങളിലൂടെ നടക്കുവാണ്. അതായത് മതം തലയ്ക്ക് കയറി പിടിച്ചിട്ട് ഇവനൊക്കെ ബോധമില്ല എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നതെന്നുമല്ല, ആ ഒരു രീതിയിലായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കുറേ ആൾക്കാരുടെ പ്രതികരണമുണ്ട്. അതുമാത്രമല്ല, ഈ അസ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അക്യുപഞ്ചർ പഠിച്ചൊരു വ്യക്തിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്കും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പം നിലവിൽ വരുന്ന വാർത്ത അനുസരിച്ച്. ശരിക്കും പറഞ്ഞാൽ കഷ്ടം തന്നെ. കാര്യം ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ പോകേണ്ട, ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഈ പ്രസവ സമയത്ത് ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റും ഒന്നും വേണ്ടെന്നൊക്കെ ആരാണ് ഇതൊക്കെ വിഡിത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നത്? കഷ്ടം തോന്നുന്നു. എന്തായാലും ഈ അസ്മയുടെ മരണത്തിൽ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഭർത്താവിനെ കുറിച്ച്, ഇസ്മയുടെ ഭർത്താവിനെ കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. മതിയായ രീതിയിൽ ചികിത്സ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതന്നെ. അതിപ്പോൾ സംഭവം ഈ അസ്മയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ നല്ല റിലേഷൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, സ്നേഹത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നെ ഇതുവരെ അറിഞ്ഞത്. പക്ഷേ ഇത് ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡെലിവറിയോട് കൂടി മരണപ്പെട്ടപ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഹൗസ് ഓണറെ പോലും അറിയിക്കാതെ ഒരു പായൽ പൊതിഞ്ഞ് അവൻ്റെ സുഹൃത്തുക്കളായ 5 പേരെയും കൂട്ടി ഇവൻ്റെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു 10-50 മീറ്റർ നടന്നു വേണം പോരാൻ. അതിന് പായ കെട്ടി ചുവന്ന് കൊണ്ടുവന്നാണ് ഈ വണ്ടി കയറ്റി പോന്നേക്കണം. അവർ പോലും അറിഞ്ഞിട്ടില്ല. കേട്ടോ, പായൽ കെട്ടിയിട്ട് ചുമന്നുകൊണ്ടാണ് വണ്ടിയിൽ ആംബുലൻസിലോട്ട് ഇരിക്കൊണ്ട് പോയെന്ന്. അതായത് ആ ഒരു ഹൗസ് ഓണർ പോലും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല, അവിടെയുള്ള ഒരു മനുഷ്യരെ ഇത് അറിയിച്ചിട്ടില്ല. അപ്പം ഇവൻ ആരും അറിയാതെ എങ്ങനെങ്കിലും ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ആരും അറിയാതെ അടക്കം ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു. എത്രത്തോളം ഒരു ക്രിമിനലാണ് ഇവനെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാര്യം ഇവനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇപ്പോഴും. കാര്യം ഇപ്പോഴും കുറേ ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, അത് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ളവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയണത്, അത് ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആദിവാസികളുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്ക്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകൾ. കാര്യം യാതൊരു ബോധവും നിങ്ങൾക്കില്ലെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ത്രീക്ക് കറക്റ്റ് ടൈമിൽ ചികിത്സ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകമാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല ഇതൊക്കെ. ആ ഒരു സ്ത്രീ എന്തുമാത്രം വേദന അനുഭവിച്ചു കാണും. ഇനിയിപ്പോൾ അവർ തന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കൊരു മര്യാദയില്ലേ? ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡോക്ടറാവാനൊന്നും പറ്റത്തില്ല. അതാദ്യമേ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അക്യുപഞ്ചർ റിലേറ്റ് ചെയ്തിട്ട് ഈ കുറച്ച് ആൾക്കാരുണ്ട് ഈ വീട്ടിൽ ചെന്ന് പ്രസവം എടുക്കുന്നതായിട്ടുള്ള. അപ്പം ഇവിടെ ഈ ഒരു സമയത്ത്, അതായത് ഈ പ്രസവ സമയത്തും അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്, അതായത് ഇയാളെ സഹായിക്കാനായിട്ട്. അപ്പം ഇതെല്ലാം തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം എല്ലാവരും ഉറങ്ങാൻ വേണ്ടി രാത്രി കാത്തിരുന്നു എന്നാണോ? അങ്ങനെയാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്നിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല. പോരണ സമയത്താണ് ഇവിടെ വിളിച്ചു, അതും ഡയറക്റ്റ് അസ്മയുടെ സഹോദരനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവൻ്റെ അളിയനെയാണ് വിളിച്ച് പറഞ്ഞേക്കണേ. അവരാണ് ഇവിടെ വിളിച്ച് പറഞ്ഞേക്കണേ. ഇങ്ങനെ മരണം, അതും വിളിച്ചത് യാദൃശ്യമായിട്ട് 2 മണിക്ക് വിളിച്ചിട്ട് ഈ ആങ്ങളയോട് പറയുന്നു, ഇങ്ങനെ അസ്മ മരിച്ചു, ഞങ്ങളങ്ങോട്ട് കൊണ്ടുതന്നെ, നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞേക്കണേ. അതായത് അവൻ സംസാരിച്ച രീതി കണ്ടില്ലേ? അസ്മ മരിച്ചുപോയി, നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തോ, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന്. ഇവന് അടി കൊടുക്കണ്ടേ അല്ലേ ഇവന്? എന്തായാലും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അവന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. കാര്യം ഇങ്ങനെയുള്ള നാറികളൊക്കെ അങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ സകലമാന പേർക്കും. കാര്യം ഇനി ഇതും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ വീട്ടിലെ പ്രസവത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറച്ച് വലിയ മതപണ്ഡിതന്മാരായിട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, കുറേ അമ്മമാർ. ഞാൻ ഇവിടെ കാണിച്ചു തരാം ആ വീഡിയോസ്. എന്തായാലും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ കുറിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആട് പെറുന്ന് 2, 3, 4. നായ 3 മാസം പെറുന്ന്, ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല,
രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ലതാ ജാഫറൂലിയര് പെണ്ണുങ്ങൾ വെറ്റ് രണ്ടും വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ, വേറില്ല ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂപിക്കാത്ത് ചെയ്യാൻ പോവാ, അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും. കേട്ടോ, അതായത് ഇത്രയും ബോധമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. യാതൊരു വിവരവും ഇല്ല. കാര്യം യവന്മാരൊക്കെയാണ് സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ആൾക്കാരുടെ തലയിലോട്ട് ഇടിച്ച് കയറ്റി കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു തോന്നിവാസമാണ് ഇതൊക്കെ. പണ്ടത്തെ കാലമല്ല ഒരിക്കലും ഈ കാലം എന്ന് പറയണത്. ശരിക്കും പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്? അത് മാത്രമല്ല, മൃഗങ്ങളും മനുഷ്യരുമായിട്ടാണ് ഈ പുള്ളി കമ്പയർ ചെയ്യണത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് എന്തുമാത്രം വിവരമുണ്ടെന്ന്. ദൈവത്തെ ഓർത്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു മനുഷ്യരും ഇരിക്കരുത്. ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോയി ട്രീറ്റ് ചെയ്യുക. അല്ലാതെ വീട്ടിൽ കുത്തി ഇരുന്നിട്ട് സ്വന്തമായിട്ട് ഡോക്ടർ ആവാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ആപത്തുകളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ പ്രതികരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. അവിടത്തേക്ക് കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് പറഞ്ഞു. നമ്മളവിടെ ഏകദേശം ഒരു 3 മണി 3:15 ടൈമിൽ ചെന്നു. നമ്മൾ ചെന്ന ടൈമിൽ തുണിയിൽ പൊതിഞ്ഞ് പായലും പൊതിഞ്ഞിട്ട് കട്ടിലിന് ബോഡി കിടക്കുന്നതായിരുന്നു. നമ്മളെ ബോഡി നേരെ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ നേരെ സ്ട്രെച്ചറിലേക്ക് കയറ്റി വണ്ടി കയറ്റി നമ്മൾ നേരെ എറണാകുളം കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സ്ത്രീകളോ ആരെങ്കിലും? ഇയാളുടെ കൂടെ ഒരു 3-4 സ്ത്രീകളും 3-4 പുരുഷന്മാരും പിന്നെ ഒരു 2 പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ ആ വീട്ടില്. അവര് ഞങ്ങളെ കൂടെ ബേക്കിൽ 2 കാറിൽ നേരെ എറണാകുളത്തേക്ക് പോരുകയും ചെയ്തു. ബാക്കി അവരെല്ലാവരും ഉണ്ടായതുകൊണ്ട് മറ്റു സംശയം തോന്നിയില്ല? ഇല്ല, അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അയലക്കത്തൊന്നും ആരും കണ്ടില്ല. പിന്നെ അവിടെ ആരും പറയുന്നതായിട്ട് ഇവര് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. പൊതുവെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അയലക്കാരൊക്കെ ആയിട്ട് വലിയ ബന്ധം ഉണ്ടാവത്തില്ലല്ലോ. അതാണ് അപ്പോൾ ആ ടൈമിൽ വിചാരിച്ചത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വലിയ സംഘർഷമൊക്കെ ഉണ്ടായോ, പ്രയാസമൊക്കെ ഉണ്ടായോ? അവിടെ എത്തി ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ കാത്തിരുന്നു ബോഡി ഇറക്കാൻ. ലാസ്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ബോഡി ഇറക്കുന്നില്ല. അതിൽ നമ്മൾ ചോദിച്ചു, നമ്മളവരോട് പറഞ്ഞു കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ട്, അപ്പോൾ 3-4 പേര് പിടിക്കാനും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് ദേഷ്യപ്പെടാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കൂടെ വന്ന ആൾക്കാരെ പിടിച്ച് തല്ലുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളൊന്നും ചെയ്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കൂടെ വന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് തല്ലുകയൊക്കെ ചെയ്തത്. അപ്പം ഈ പറയുന്ന പോലെ ഈ പ്രസവ സമയത്ത് ഇവരെ സഹായിക്കാനായിട്ട് ഈ പറയുന്ന അക്യുപഞ്ചർ ആയിട്ടുള്ള ഏതെങ്കിലും ടീമുകളോ ആരെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു യുവതി മരിക്കുന്നത് കണ്ടുകൊണ്ട് ഇയാൾക്ക് ഭ്രാന്തളവി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടന്ന് കാണാം. മനസ്സിലായില്ലേ? അതായത് ആരെയും അറിയിക്കാതൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും എന്തായാലും ഈ ഒരു കാര്യത്തിൽ പോലീസുകാരെ കറക്റ്റിന് തന്നെ ഇവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവനെയും കൊണ്ട് പോലീസുകാർ ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തെളിവും കാര്യങ്ങളും എല്ലാം കണ്ടെടുത്തിട്ടുമുണ്ട്. കാര്യം എന്തൊരു തോന്നിവാസിയാണ് ഇവനൊക്കെ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഈ വിഷയത്തിൽ അവരുടെ നാട്ടുകാരൻ പ്രതികരിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കേൾക്കാം. അല്ലാതെ ഇല്ല, അയാളെ എപ്പോഴും നോക്കിയാലും മറ്റേ ഈ കോത്തുണ്ടല്ലോ, എന്താണ് ഈ ജപിക്കേണ്ട സാധനം, അത് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒക്കെ അത് വെച്ച് മറ്റേ ഇതിപ്പോൾ മൂലേറാണ്. അപ്പം അതായിട്ട് പോകലുള്ളൂ. പിന്നെ രാവിലെ ഒരു പോക്ക് പോകുമ്പോൾ ഒന്ന് ചിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഓലായിട്ട് ആൾക്കാരായിട്ട് ഇവിടെ ഒരാളായിട്ടും ടച്ചില്ല. ഇത്ര ഏരിയയിലെ ആൾക്കാരുണ്ടല്ലോ, ഒരാളായിട്ടും എവിടെയും ടച്ചില്ല. ഒരു മൂലേറാണ്. ആ ഒരു ലുക്ക് ഉണ്ടാവും എപ്പോഴും വെള്ളി ഇട്ടിട്ട് നല്ല അടിപൊളി ഡീസൻ്റ് ആളായാലും ഇങ്ങനെ വരും. അത്ര നല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചിരിക്കും, അത്രയേ ഉള്ളൂ. ഇവരെ ഒരു സ്ത്രീ അവിടെ പ്രസവം എടുക്കാൻ വന്നിരുന്നു. സ്ത്രീ വന്നിരുന്നോ അറിയില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകണം കണ്ടു. പക്ഷെ ഓട്ടോറിക്ഷ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളത് അല്ലാത്ത കൊണ്ട് ഞാൻ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അതിലുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണി 6:15 അല്ലാതെ അവിടെ ഒരു സ്ത്രീ വന്നതും പോയത് ഞങ്ങൾ അറിയും. പോയത് മാത്രം ഈ ജസ്റ്റ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് പോകണോണ്ട് ഞാൻ സാധനം ബേക്കലല്ലേ വെക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വണ്ടിമേ വെക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷ അപ്പം തന്നെ ആ സ്ത്രീ കയറി അപ്പം തന്നെ പോകും. ഇവരുടെ അയൽവാസിയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഓട്ടോയിൽ ഒരു സ്ത്രീ കയറി പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നുവെന്ന് ഇന്ന് വാർത്തയ്ക്കകത്തും പ്രധാനമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇയാളുടെ കൂടെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു സ്ത്രീയും ഉണ്ട് എന്ന് ഇന്ന് വാർത്തയിലും പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അവരെയും കൂടെ ഈ ഒരു വിഷയത്തിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യണം. കാര്യം നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കായിരിക്കും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത്.
പക്ഷേ എന്തോ ഒരു തോന്നിവാസമാണ് ഇതൊക്കെ. കാര്യം ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ കുറേ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും അത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ല ഇതൊക്കെ. എന്തായാലും ആ ഒരു കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും ഈ ആസ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ടും ഇതൊക്കെ തന്നെയാണ് പറയണത്. അവർക്കും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് താല്പര്യമില്ല. അവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു വീട്ടിൽ പ്രസവം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം രണ്ടുപേര് സത്യം പറഞ്ഞാൽ കണക്കാണ്. കാര്യം ഇവർക്ക് രണ്ടുപേർക്കും പ്രോപ്പറായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള അറിവുകളില്ല. ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും ഈ ഒരു ചികിത്സയുടെ രീതികളും ഒന്നും. അങ്ങനെ അറിവുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോകത്തില്ലായിരുന്നു. എന്തായാലും ഇവരുടെ ഒരു വളരെ അടുത്തൊരു റിലേറ്റീവ് ഉണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അസ്മയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഇപ്പം മൊത്തം 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 ആശുപത്രിയിൽ, ഇപ്പോഴത്തെ 3 വീട്ടില്. ഈ അസ്മയായിട്ട് ഫോണിൽ സംസാരിക്കായിരുന്നോ നിങ്ങൾ? ഫോണിൽ മെസ്സേജ് അയക്കലുണ്ട്, വിളിക്കൽ കുറവാണ്. എന്താ പറഞ്ഞോണ്ടിരുന്നു? അപ്പൊ ആശുപത്രി ഈ അക്യുപഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോകാൻ ഒട്ടും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അവസാന നിമിഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കൂല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകുമല്ലോ. സിറാജിനും അറിയാം, കുറച്ചൊക്കെ അറിയാം അക്യുപഞ്ചറിന്റെ കാര്യം. അസ്മ പഠിച്ചിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് അസ്മാക്ക്. ഈ മുമ്പ് വീട്ടിലെ പ്രസവത്തില് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? അതൊന്നും ഉണ്ടായിട്ട് കേട്ടിട്ടില്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും നമ്മൾ പറയും ഇങ്ങനെ ഏജ് കൂടിയാണല്ലോ തന്നെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയാലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അക്യുപഞ്ചർ പഠിച്ചതിന്റെ ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാർക്ക്. പിന്നെ അവസാന നിമിഷം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിപ്പോ അത് തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടുപോകാറുണ്ട്. മരുന്ന് അറിഞ്ഞാണ് ഞങ്ങൾ വന്നത്, അല്ലാതെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. ഞാനിപ്പോ കേട്ടറിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. ഇത് കേട്ടറിവാണ്, എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല. ഇത് അസ്മയുടെ ഒരു റിലേറ്റീവാണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. അക്യുപഞ്ചർ പഠിച്ചതിന്റെ പേരിൽ ഭയങ്കര ധൈര്യമായിരുന്നു, ഈ കാര്യത്തിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്നാണ് പറയണത്. അത് മാത്രമല്ല ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന അയാൾക്കും ഇതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ അറിയായിരുന്നു എന്നാണ് പറയണത്. ഇതിന്റെ വാസ്തവം ഇനി എന്താണെന്ന് പോലീസുകാരാണ് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അക്യുപഞ്ചറൊക്കെ പഠിച്ചെന്ന് വെച്ചിട്ട് സ്വന്തമായിട്ട് ഡോക്ടർ കളിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആപത്തുകളായിരിക്കും നിങ്ങൾക്കൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഈ അടുത്ത് അക്യുപഞ്ചർ പഠിച്ച 2 പേരുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാതെ കയറി ഇറങ്ങി നടക്കുവാണ്. ശരിക്കും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ദൈവത്തോർത്ത് ഇനിയെങ്കിലും കാണിക്കാതിരിക്കുക. കാര്യം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു നിയമം കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. കാര്യം പ്രത്യേകിച്ച് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന നോക്കി. അപ്പം നിങ്ങൾ അതെല്ലാം ഫോളോ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഈ ചികിത്സയുടെ കാര്യങ്ങൾ, അസുഖങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ ചെയ്യുക. ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. അല്ലാതെ ഇപ്പോഴും പണ്ടത്തെ ചിന്താഗതിയും കാര്യങ്ങളുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ, അകത്ത് പോയി കിടക്കേണ്ടി വരും. വേറെ സംസാരമൊന്നുമില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.